ഇന്ന് പാലക്കാട് നിശബ്ദ പ്രചരണമാണ്. നിശബ്ദ പ്രചരണത്തിൽ വോട്ടോട്ടത്തിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും എല്ലാവരും തന്നെ. നമുക്കിപ്പം ഷാഫി പറമ്പിൽ ചേരുന്നുണ്ട് തത്സമയം. ഷാഫി പറമ്പിൽ, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. എനിക്ക് തോന്നുന്നു വലിയ പരസ്യ പ്രചരണത്തിന്റെ ഒരു തിരക്കൊക്കെ കഴിഞ്ഞൊരു ക്ഷീണം മുഖത്ത് കാണാനുണ്ട്. പക്ഷെ ഒരു ആത്മവിശ്വാസവും കണ്ണിൽ തിളങ്ങുന്നുണ്ട്. മുഖത്ത് ക്ഷീണം ഉണ്ടാവും, പക്ഷെ മനസ്സിലില്ല. എല്ലാ രാഷ്ട്രീയ ക്ഷീണവും ഞങ്ങളുടെ എതിരാളികൾക്കാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത അതിൽ തുടങ്ങാം. ഈ സിറാജും സുപ്രഭാതത്തിന്റെയും പരസ്യം ഇന്ന് കണ്ടായിരുന്നു. കാന്തപുരത്തിന്റെയും അതേപോലെ സമസ്തയുടെയും മുഖപത്രത്തിൽ മുഴുവൻ പേജ് പരസ്യമാണ്. ശ്രദ്ധിച്ചായിരുന്നോ ഷാഫി? അതിപ്പം എന്നെ മൊബൈലിൽ ഒരാൾ കാണിച്ചായിരുന്നു. ഇപ്പോൾ സന്ദീപ് വാര്യരുടെ സ്റ്റേറ്റ്മെന്റുകളാണ് അതിൽ പ്രധാനമായിട്ടുമുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് LDFന്റെ അവസാനത്തെ അടവാണ് ഇപ്പോൾ പയറ്റാൻ പോകുന്നത് എന്നതാണ്. ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള നീക്കമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ സന്ദീപിന് വേണ്ടി സ്ക്രീൻഷോട്ടിന് സമാനമായിട്ടുള്ള പറഞ്ഞോളൂ. ഒരു കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമായ ഒരു അടവാണ് ഇന്ന് കുറച്ചും കൂടെ എന്താ പറയുക, ഗ്ലോറിഫൈ ചെയ്തിട്ട് ഇറക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ പരസ്യം ഞാൻ മൊബൈലിൽ കണ്ടപ്പോൾ ഒരു പേജ് പരസ്യത്തിൻ്റെ 1/4 പേജ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പോലും സംസാരിക്കുന്നുള്ളൂ. അതിൻ്റെ ഹെഡിങ്ങിൽ തരംഗം എന്നുണ്ട്, പക്ഷെ അതിൻ്റെ മേലെ ചേർക്കേണ്ട വാചകമല്ല അതിനകത്ത് ചേർത്തിട്ടുള്ളത്. CPIM ഇത്രയും മതപ്പതിക്കരുതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ആ കാര്യത്തിലുള്ള നിലപാട്. ഞാൻ ചോദിക്കുന്ന ആ പത്രത്തിൻ്റെ 2 കോപ്പി നേരിട്ട് AK ബാലൻ്റെ വീട്ടിലും MB രാജേഷിൻ്റെ വീട്ടിലും CPM നേതാക്കന്മാർ എത്തിച്ചു കൊടുക്കണം. കാരണം ക്രിസ്റ്റൽ ക്ലിയർ എന്ന് അവർ വിശേഷിപ്പിച്ച ഒരാളെ സംബന്ധിച്ച് ആ വ്യക്തിയോട് യാതൊരു വിരോധവുമില്ല, ഒരു കുഴപ്പവുമില്ല. അതൊരു ഐഡിയോളജിയോട് മാത്രമാണ് അഭിപ്രായ വ്യത്യാസം. അത് ഉപേക്ഷിച്ച് വന്നാൽ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് പത്രസമ്മേളനം നടത്തി മാധ്യമങ്ങളിലൂടെ പരസ്യമായി കേരളീയ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പറഞ്ഞിട്ട് ആ നാവ് വായ്ക്കകത്തേക്ക് ഇട്ടിട്ട് അധിക ദിവസവും ആയിട്ടില്ല. അങ്ങനെ നിലപാടെടുത്ത ആളുകൾ ഞാൻ വെറുപ്പിൻ്റെ ഫാക്ടറി ഉപേക്ഷിച്ച് വരുന്നുവെന്ന് ഐഡിയോളജിക്കലി അത് BJPയെ വെറുപ്പിൻ്റെ ഫാക്ടറി എന്ന് വിളിച്ച ഒരാൾ. അതുപോലെ തന്നെ അവിടെ നിൽക്കുമ്പോൾ പറഞ്ഞ പ്രത്യയശാസ്ത്രമായ അതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പറഞ്ഞ വാചകങ്ങൾ തെറ്റായി പോയെന്നും അതിൽ ജാള്യതയുണ്ടെന്നും അത് ഞാൻ വലിച്ചെറിയുന്നുവെന്ന് ആർജവത്തോടെ പറഞ്ഞ ഒരാൾ. ഈ നാടിൻ്റെ ഐക്യത്തിലും ഇൻക്ലൂസീവ് പൊളിറ്റിക്സിലും വിശ്വസിക്കുന്നുവെന്നും ഒരു സെക്യുലർ പ്ലാറ്റ്ഫോമിലേക്ക് എൻ്റെ ചിന്തയും രാഷ്ട്രീയ പ്രവർത്തനവും ഞാൻ മാറുന്നു എന്ന് പറഞ്ഞതിലേക്ക് വന്ന ഒരാളെ സംബന്ധിച്ച് 2 പത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് ഇങ്ങനെ ഒരു പരസ്യം CPIM കൊടുക്കുക. മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് സുരേന്ദ്രൻ്റെ ടോണാണ് എന്ന് പറയുന്നത് പോലെ തന്നെ CPIMൻ്റെ പരസ്യങ്ങൾക്ക് ഇപ്പം സംഘപരിവാറിൻ്റെ ഭാഷയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. BJPയിൽ നിന്നൊരാൾ പോയതിൽ CPM എന്തിനാ ഇത്രയും വിഷമിക്കുന്നത്? ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, BJPയിലേക്ക് ഒരാൾ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും CPMൻ്റെ ചില നേതാക്കന്മാരാണ്. BJPയിൽ നിന്നൊരാൾ മാറിയാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നതും CPMൻ്റെ ചില നേതാക്കന്മാരാണ്. ഇത് ഒരു രഹസ്യബന്ധം എന്നുള്ളതൊക്കെ കവിഞ്ഞിട്ട് ഒരു പരസ്യ ബാന്ധവും ഒരു മുന്നണി പ്രവർത്തനം പോലെയാണ്. ആ പരസ്യം ഇപ്പോൾ സന്ദീപ് വാര്യർ പാർട്ടി മാറിയതിനെതിരായിട്ടൊരു പരസ്യം BJP കൊടുക്കുന്ന മനസ്സിലാക്കാം. CPM എന്തിനാ കൊടുക്കുന്നത്? BJP അത് ഡ്രോപ്പ് ചെയ്തിട്ടല്ലേ വന്നിരിക്കുന്നത്. അതും 2 പത്രങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. എനിക്ക് അറിഞ്ഞൂടെ, അതാ ഞാൻ പറഞ്ഞത്. 2 പത്രങ്ങൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് അപകടകരമായ രാഷ്ട്രീയമാണ് CPM കളിക്കുന്നത്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, കാഫിർ സ്ക്രീൻഷോട്ടിന്റെ ഒരു ഗ്ലോറിഫൈഡ് വേർഷനാണിത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് എങ്ങനെ അനുമതി കൊടുത്തു എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ഒരു അഡ്വർട്ടോറിയൽ എന്ന നിലയിലാണ് അത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പെട്ടെന്ന് കൺഫ്യൂസിംഗ് ആവുകയും ചെയ്യും ഈ വോട്ടർമാർക്കിടയിൽ അത് തലേ ദിവസം എത്തുന്ന സമയത്ത്. ഞാനിനി 1-2 കാര്യങ്ങളിലേക്ക് കൂടി എത്തിയാൽ, ഈ തെരഞ്ഞെടുപ്പിൽ വളരെ ഇന്റൻഷനിലാണ്